ജയിലർ 2. അപ്പോൾ ഈ ഒരു ഫിലിമിൻ്റെ അനൗൺസ്മെൻറ്റ് വന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ആദ്യം ഓടി വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫിലിമിൻ്റെ സ്റ്റോറി എന്തായിരിക്കും എന്നുള്ളതാണ്. ഓൾറെഡി ജയിലർ 1 ഒരു ഫിലിമിൻ്റെ സ്റ്റോറി മൊത്തത്തിൽ കഴിഞ്ഞല്ലോ എന്നുള്ളൊരു മൈൻഡ് എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഞാൻ ആലോചിച്ച സമയത്താണ് ഇതിൽ ലാലേട്ടൻ്റെ ക്യാരക്ടർ ആയിക്കോട്ടെ, പിന്നെ അതുപോലെ തന്നെ ശിവരാജ് കുമാറിൻ്റെ ക്യാരക്ടർ ആയിക്കോട്ടെ, പിന്നെ ഹിന്ദിയിൽ നിന്നുള്ള നമ്മുടെ ജാക്ക് ഷറഫിൻ്റെ ക്യാരക്ടർ ആയിക്കോട്ടെ, ഇവിടെയൊക്കെ ക്യാരക്ടറിൽ ഒരു ബാക്കപ്പ് ഉണ്ട്. അപ്പോൾ എന്താണ് എന്നുള്ളത് വ്യക്തമാക്കി ഈ ഒരു ഫിലിം വന്നിട്ടില്ല. അപ്പോൾ ജയിലർ 2ൻ്റെ കഥ അതായിരിക്കുമെന്ന് എൻ്റെ എക്സ്പെക്റ്റേഷൻ വന്നത്. നമ്മളെ ഇന്ത്യൻ ഫിലിമിലൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ഇതുപോലെ പ്രീക്വലായിട്ടുള്ള കഥകൾ പറഞ്ഞിട്ടുള്ള വളരെ കുറഞ്ഞ ഫിലിംസുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഫിലിം എനിക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. പിന്നെ ഈ ഒരു ഫിലിമിന് ഇൻട്രസ്റ്റിംഗ് എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ കുറഞ്ഞു തുടങ്ങി. മെയിനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂവിൻ്റെ ഡീറ്റെയിൽസ് വന്ന സമയത്താണ്. ആദ്യം ഷൗബിൻ ഷാഹിർ ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ തമിഴിൽ നിന്ന് പിന്നെ വിജയ് സേതുപതി ഒരു ക്യാരക്ടർ കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ തെലുങ്കിൽ നിന്ന് നമ്മുടെ ലാലേട്ടൻ ഉണ്ട് മലയാളത്തിൽ, പിന്നെ ഓൾറെഡി പിന്നെ ശിവരാജ് കുമാർ ഉണ്ട്. പിന്നെ തെലുങ്കിൽ നിന്ന് ബാലകൃഷ്ണൻ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹിന്ദിയിൽ നിന്ന് ഷാറുഖ് ഖാൻ, ജാക്ക് ഷറഫ് അവരൊക്കെ ഓൾറെഡി ഉണ്ട് എന്നുള്ളൊരു കാസ്റ്റ് ക്രൂ വന്ന് ആ ഒരു സമയത്ത് ഇതിലുള്ള ഇൻട്രസ്റ്റിങ് എനിക്ക് നല്ല രീതിയിൽ കുറഞ്ഞു എന്നുള്ളതാണ്. കാരണം അതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ കണ്ണപ്പ എന്ന് പറഞ്ഞ ഫിലിമാണ്. ഈ ഒരു ഫിലിം നമുക്കറിയാം ഒരുപാട് ക്യാമിയോസ് കൊണ്ട് നിറഞ്ഞിട്ടുള്ള ഫിലിമാണ്. പക്ഷേ എക്സിക്യൂട്ട് ചെയ്ത സമയത്ത് നല്ല രീതിയിൽ പാളിച്ച് പറ്റിയിട്ടുണ്ട്. നമുക്കറിയാം ഈ ജയിലർ 1 ഉണ്ടായിരുന്ന ക്യാമിയോസിൻ്റെ എൻട്രി കൊടുത്തിട്ടുള്ള സമയത്തും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയ ഒരു ബൂസ് പമ്പ് ഉണ്ട്. ആ ഒരു സംഗതി ഈ ഒരു ജയിലർ 2 മിസ്സാകുമോ എന്നുള്ളതിന് എനിക്ക് നല്ല ഒരു സംശയം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം നെൽസൺ ദിലീപ് കുമാറിൻ്റെ ഒരു ജോണർ എന്ന് പറയുന്നത് തന്നെ ഒരു ഡാർക്ക് ഹ്യൂമർ ഫിലിംസാണ് ഇദ്ദേഹം മെയിനായിട്ട് ചെയ്യുന്നത്. അത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ചെറിയൊരു പാളിച്ച പറ്റിയാൽ ഈ ഒരു ഫിലിമിന് കംപ്ലീറ്റ് ഔട്ട് തന്നെ മാറിപ്പോകും എന്നുള്ളതാണ്. അതിന് ഉത്തമ ഉദാഹരണമാണ് വിജയിൻ്റെ ബീസ്റ്റി എന്നുള്ള പടം. ഈ ഒരു ഫിലിം നമുക്കറിയാം നല്ല സ്റ്റോറി ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും എക്സിക്യൂട്ട് ചെയ്ത സമയത്ത് ചെറിയ രീതിയിൽ പാളിച്ച പറ്റിയ കംപ്ലീറ്റ് പടം ഇല്ലാതായിപ്പോയി. അതുപോലെ തന്നെ ഈ ഒരു ജയിലർ 2നും സംഭവിക്കുമോ എന്നുള്ള കാര്യം എനിക്ക് പേടിയുണ്ട് എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കും.